ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്തായാലും പ്രാങ്ക് ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് അറിയാൻ പറ്റാഞ്ഞതായിട്ടുള്ളത് അനൂനും ആദില, നൂറ, അനീഷ് ഈ 4 പേർക്ക് മാത്രമേ ഉള്ളായിരുന്നു ഇത് പ്രാങ്ക് ആണെന്ന് അറിയാൻ പറ്റാഞ്ഞത്. ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു. അതനുസരിച്ച് തന്നെ അവർ ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം ആദില ഔട്ടായി മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് പോയി ഇവർ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ ഷാനവാസിന് ഷെയ്ക്ക് കൊടുക്കാനായിട്ട് വായിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്നല്ല, ഒന്നും പറയാണ്ടങ്ങ് നടന്നു മാറി. അപ്പോഴത്തെ അവൾക്ക് ഭയങ്കര ട്രിഗറായി അത്. അതുകൊണ്ട് തന്നെ ആദിലെ നൂറേം പറഞ്ഞു ഫോട്ടോ എടുക്കാൻ നേരത്ത് അയാൾ മാത്രം വേണ്ട, എൻ്റെ ഫ്രെയിമിൽ അയാളെ കൊണ്ടുവരരുത് എന്നും പറഞ്ഞ് ഇവർ ഷൗട്ട് ചെയ്ത് അക്ബറിനോടും പറഞ്ഞ അക്ബറിക്ക അയാളെ കൊണ്ടുവരരുത്, എനിക്കിഷ്ടമല്ല അയാൾ എൻ്റെ ഫ്രെയിമിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് കുറേ നേരം എല്ലാവരോടും സംസാരിച്ച് നൂറയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അനുവിനും ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങാൻ മെയിൻ ഗേറ്റ് ഓപ്പണായിട്ട് കിടക്കുകയാണ്. അവിടോട്ട് ചെന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പം ബിഗ് ബോസ് പറഞ്ഞു ആദില തിരികെ വരുമെന്ന് പറഞ്ഞ്. അപ്പം ശരി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ആദില തിരികെ വരൂ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞ്. അപ്പോൾ ചോദിച്ചു ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക. അപ്പോൾ പറഞ്ഞ് പോകാനല്ല, അകത്തേക്ക് തിരികെ വരൂ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ ചിരിച്ചു, ഇതൊരു പ്രാങ്കായിരുന്നെന്ന് പറഞ്ഞു. തിരിച്ചിങ്ങോട്ട് വന്നതിന് ശേഷം ഷാനവാസിനെ രണ്ട് സൈഡിൽ, എൻ്റെ ഈ വീഡിയോയുടെ ആദ്യത്തെ ഫോട്ടോ അതാണ്, രണ്ട് സൈഡിൽ നിന്നും ആദിലെ നൂറയും കൂടെ ഹഗ് ചെയ്ത് നിൽക്കുന്നൊരു ഫോട്ടോ. അത് ഭയങ്കര നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ആ ഒരു മൊമെൻ്റ്. അത് നിങ്ങൾക്ക് എപ്പിസോഡിൽ ഒരു പക്ഷേ കാണാൻ പറ്റിയേക്കും. വല്ലാത്ത ഒരു ഫീൽ തന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മഞ്ഞുരുകി. കാരണം അവർക്കിടയിൽ ഒരു വലിയ പ്രശ്നം കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഷാനവാസ് പലപ്പോഴും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ്. നല്ല രീതിയിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ അതേ സ്ഥാനത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. അതിൽ ആദിലയായാലും നൂറയായാലും അനുവിനെയായാലും ഈവൻ ലക്ഷ്മിയെപ്പോലെ അങ്ങനെ ചെയ്യാറുണ്ട്. ലക്ഷ്മി കുറേയൊക്കെ ഇപ്പം ഷാനവാസിനെ മനസ്സിലാക്കിയതുകൊണ്ട് ഷാനവാസിനെ അങ്ങനെ ട്രിഗർ ചെയ്യുന്നില്ല. പക്ഷേ ആദില മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ്. ഇന്ന് അനുവിനെയൊക്കെ ഇന്നലെയൊക്കെ ഒരുപാട് ഹർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എന്തായാലും ആ ഒരു മഞ്ഞുരുകി ഇനിയും അവരുടെ ഇടയിലൊരു സാഹോദര്യ ബന്ധത്തിൻ്റെ ആ ഒരു തീക്ഷ്ണമായ രംഗങ്ങൾ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് ഷാനവാസിനെ അഭിനന്ദിച്ചു. നല്ല രീതിയിൽ ആ ഒരു പ്രാങ്ക് ഷോ നടത്തിയതിന് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.